അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ, ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി. നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഇവിടെ അനുയായികളൊക്കെ ശരി പൊട്ടന്മാരാണ്. ബുദ്ധിയുള്ള ഒരുത്ത പോലും ഇവിടെ കൂട്ടത്തിൽ ഇല്ലേ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഏതൊരു വിഷയം ചെറിയ പറ്റും നമുക്ക് പറ്റിയാൽ പോലും തിരുത്താൻ നമ്മൾ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഇത്രയും വലിയ അമലുകൾ അതിന് ഉദ്ദേശിച്ച നമ്പറിൽ ആ സംഭവം ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ ഒരാളില്ല. ആ പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ സംഭവം ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ ആളില്ല. ഇവരൊക്കെ എന്താണ് കേട്ടുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവരുടെ ധൈര്യവും. കാരണം നമുക്കിവിടെ വന്നിട്ട് എന്തെങ്കിലും ഇല്ലാത്തത് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ആളുകൾ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് മണ്ടത്തരവും പറയാം. അത് കേട്ട് കൈയടിക്കാൻ ഒരു കൂടെ പൊട്ടന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വിജയം. അപ്പോൾ ആ നുണകൾ പറയുമ്പോൾ പോലും അതിന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ്. നിങ്ങളിത് ചെക്ക് ചെയ്യില്ല, നിങ്ങളൊന്നും പരിശോധിക്കുക പോലുമില്ല, തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും, വെറുപ്പല്ലേ, അതങ്ങോട്ട് കൺസ്യൂം ചെയ്തോളും എന്നൊരു ധൈര്യമാണ് ഇവർക്കൊക്കെ. ഈ നുണകൾ, അത്രയും വലിയ നുണകൾ ആവർത്തിക്കാനുള്ള അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരല്പമെങ്കിലും പരിശോധിക്കുവാൻ, അല്പമെങ്കിലും ക്രിറ്റിക്കലി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുവാൻ തയ്യാറാവുക. നുണ പറയുന്നവരോട് പറയാനുള്ളത് കുറച്ചൊക്കെ മാന്യമായി എന്ത് ചെയ്യുക, കാര്യങ്ങൾ സമീപിക്കുക.